ഇതിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ കമ്പനിക്ക് തൽക്കാലം ഉദ്ദേശിച്ചില്ല. മനസ്സിലായല്ലോ? അപ്പൊ 4-5 ദിവസം 3G. 4-5 ദിവസം കഴിഞ്ഞാൽ 4G ആവുന്നു. നിനക്കെന്താ അത്ര ഉറപ്പ്? ഇല്ലെങ്കിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ശക്തമായ റേപ്പ് രേഖപ്പെടുത്തും. പറഞ്ഞേക്കാം. പിന്നെ നീ വലിക്കും. ഒന്നാമതേ എന്നോട് അസൂയ. ചതിക്കല്ലേടി. എനിക്ക് എന്നോട് തന്നെ. യുവതി ഒരു അടാറ് ചരക്കാണെന്നാണ് നാട്ടിലെ യുവാക്കളുടെ അഭിപ്രായം. അപ്പൊ പിന്നെ എനിക്ക് എന്നോട് അസൂയ തോന്നാതിരിക്കൂ? ഡാ, ഫോണിൽ കൂടെ വേണ്ടായേ. നാട്ടിലെ യുവാക്കള് ആ കടത്തണ്ണയിലിരിക്കുന്ന ക്നാപ്പന്മാരല്ലേ, അവന്മാരുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരും. ഒരു പണിയില്ലാത്ത കുറെ അവന്മാര്. അല്ല, അതിപ്പോ പണി എനിക്കും ഇല്ലല്ലോ. സാധാരണ പണി കളഞ്ഞു വരുന്ന ടെക്കികള് വല്ല ഡയറി ഫാം തുടങ്ങിയെന്നോ പച്ചപ്പും ഹരിതാപൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്റെ കാമുകി അതിസമ്പന്നയായിരുന്നെങ്കിൽ എനിക്കും തുടങ്ങാമായിരുന്നു ഈ ഡയറി ഫാമൊക്കെ. നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ വിട്ടിട്ട് വല്ല കാശുകാരന്റെ ഭാര്യ നോക്കായിരുന്നില്ലേ? വരട്ടെ, സമയമുണ്ടല്ലോ, നോക്കാം. എങ്കിലേ നിന്റെ ഡാഷ് ഞാൻ കൊട്ടയും. പറഞ്ഞേക്കാം. പിന്നെ നീ എന്ത് ചെയ്യും? വൃത്തിയിട്ടവൻ. ഹലോ, നുന്നപ്പനവിടെ? മുറ്റത്തെങ്ങാണ്ട് കളിയാ. അവന്റെ ടൈം കളിയോട് കളി. പിന്നെ 24 മണിക്കൂർ ഇതിനകത്തിരിക്കാൻ പറ്റൂ? ബാക്കിയുള്ളവർക്കായിട്ട് പറ്റുന്നില്ല, പിന്നെ കൊച്ചിന്. ഞാൻ രാവിലെ പോവുകയാണേ. അതെന്തറിയുന്ന പെട്ടെന്ന്? എനിക്ക് പോണം ഷൈനി. 3-ാം തരംഗാന്നാ കേൾക്കുന്നേ. ഇപ്പൊ പോയില്ലേ ഞാനിവിടെ പെട്ടുപോകും. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നാൽ പോവാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്യാറിയേ. അതൊന്നും നടക്കത്തില്ല. വല്ല ലോക്ക്ഡൌണും വന്നാ എന്റെ കൊച്ചുങ്ങൾ എന്നെ കാണാതെ തകർന്നു പോവും. ഞാൻ രാവിലെ പോവും ഷൈനി. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ആരെങ്കിലും... അതൊന്നും എനിക്ക് അറിയത്തില്ല. അത് കൊള്ളാം, എല്ലാവർക്കും പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി. ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഞാനാ. ഞാൻ രാവിലെ എന്തായാലും പോവും ഷൈനി. ഷൈനി, പൈസ വേണം. നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോവും. പക്ഷെ രാവിലെ തന്നെ പോകും. അല്ല ഷൈനി, 7-8 ദിവസത്തെ കുറവുണ്ടല്ലോ. അപ്പനി ഇങ്ങോട്ടില്ല അല്ലേ? ഷൈനി, രാവിലെ തന്നെ തുണിയെല്ലാം മാറിയേക്കണം. രാത്രി മോശം എങ്ങാനും പോയാൽ രാവിലെ ആകുമ്പോഴേക്കും ഒരു പരുവാവും. പിന്നെ ഉറങ്ങാനുള്ള ഗുളിക ഒരെണ്ണത്തിൽ കൂടുതൽ. നീ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാനല്ലേ ചെയ്തോണ്ടിരുന്നേ, എനിക്കറിയാം. അതിൻ്റെ കാണാനും ഉണ്ടായിരുന്നു. ചിക്കൻ. പിന്നെ
ഈ വീട്ടിൽ അമ്മച്ചിക്ക് മാത്രം അസുഖം. അതെന്തൊരു കോണത്തിലെ വർത്താനാടി. നിങ്ങൾ എൻ്റെ തോളിലോട്ട് കയറാതെ ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യ്. ഈ കൊറോണയുടെ സമയത്ത് ആരെ അറേഞ്ച് ചെയ്യാനാണ്? എവിടെന്നാണ്? ആ ഗണേശ് സാറിൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് റീച്ചായ. ആ പ്രതിഭണ്ണനോട് എങ്ങാനും പറ. പിന്നെ MLA അല്ലേ ഹോം നേഴ്സിനെ ഉണ്ടാക്കുന്നത്? വേണ്ട, ബാക്കിയുള്ളവരുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. വയ്യാണ്ടായ നമ്മൾ നോക്കണം ഷൈനി, നന്നായി നോക്കണം. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ദൈവം തമ്പുരാൻ നോക്കിക്കോളൂ. എന്റെ അമ്മച്ചിയല്ലേ ഷൈനി? അമ്മച്ചി ആരുടേതാണെങ്കിലും മലം മലോ, മൂത്രം മൂത്രം. എന്നിട്ട് ഒന്നും കഴിച്ചില്ലയോ? കഴിച്ചു. ഇതിപ്പോ ഇങ്ങനെ പോയാൽ എങ്ങനെയാ? വന്നു നിന്ന് നോക്കാൻ പറയാനും പറ്റത്തില്ല. എന്താ പറ്റാത്തെ? വന്നത് നോക്കട്ടെ. അല്ല, അതെങ്ങനെ ശരിയാവും? അതെന്താ, ആമക്കൾ നോക്കിയാൽ പറ്റത്തില്ലേ? ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നാൽ പിന്നെ നമ്മളെങ്ങനെ കാണും? അങ്ങേർക്ക് ജോലിയില്ലേ? 25,000 കുണുവാക്കി അവിടെ പോയി കിടക്കുക. ഇവിടെ പണിക്കാരെ പറഞ്ഞു വിട്ട് പറമ്പിലെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ കിട്ടും 9,000. ചെയ്യത്തില്ല. മാവിയുടെ ഇരുമ്പ് കട. തലസ്ഥാനത്ത് കാറ്റ് അയാൾക്ക് പിടിക്കൂ. അയാൾ എസ്കേപ്പ് അടിച്ച് നിൽക്കുക. അവിടെ നിൽക്കട്ടെ, അതാ നല്ലത്. നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ പറ്റില്ലേ പിന്നെ? എടാ, കായംകുളത്തൊന്നും സാധനം ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഗുരുവായൂരോ പാലക്കാടോ നോക്കണം. എന്റെ പൊന്നിടവേ, നാട്ടുകാർക്ക് മൊത്തം കിട്ടിയിടുന്നുണ്ട്. ആർക്കും വേലയും കുരിയില്ലാത്ത ഇക്കാലത്ത് ഇതൊക്കെ വർക്കൗട്ട് ആവും. കിറ്റി തേങ്ങയില്ലല്ലോ. ഇല്ലേ? കിറ്റില് തേങ്ങയില്ലേ? എടാ, അതാടാ ഞാൻ പറഞ്ഞത്. കിറ്റി തേങ്ങയില്ല, ഒരു മാങ്ങയില്ല. തേങ്ങ അരച്ച് മീൻകറി വരെ വെക്കുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ തേങ്ങ ഇല്ലാതെ വല്ല പണികളാണ്. ആളിയാ നേരം വെളുത്താ കുറച്ച് പണിയുണ്ടായിരുന്നല്ലേ? പിന്നെ നാട്ടിൽ ഒരു കമ്പോളം ഇയാളല്ലേ നോക്കുന്നത്. 24 മണിക്കൂറും കഥ അടച്ചു കിടക്ക ഒരു ഉളുപ്പില്ലേ ഒളിയാ. ഈ കിടത്തണ്ണയിൽ 24 മണിക്കൂർ വന്നിരിക്കുന്ന നിനക്കൊന്നും ഉളുപ്പില്ലയോ? അപ്പൊ നമ്മളാരായി? നമ്മളല്ല, നീ. ഒരു പണിക്കും പോണ്ട് കുത്തിയിരുന്നു. കഷ്ടം. ആഹാ, ഷൈനി ചക്കവണ്ണ. ആർക്കിട്ടാണ് ഇപ്പൊ ഒരു ഹോൺ? വളവല്ലേ എളിയാ, ഹോൺ അടിച്ചോട്ട്. വളഞ്ഞാലില്ലെങ്കിലും അവളൊരു അടാറ് ചരക്കാണ് മോനെ. തുടങ്ങി CCTV. ഒരു കോപ്പല്ല. കഴിഞ്ഞാണ് സേവിച്ചൻ ലീവിന് വന്നിട്ടേ തിരിച്ചു പോകുന്നവരെ ഒരൊറ്റ ദിവസമില്ലാണ്ട് നല്ല പരിപാടിയായിരുന്നു, അറിയാവോ? എടാ, ആണുങ്ങളില്ലാത്ത വീട് നോക്കിയുള്ള അവരാ നിർത്ത്. ഒന്നുമല്ല, എല്ലാ ദിവസവും കൊണ്ടുവിട്ടതേ ഈ ഞാനാ. എപ്പ കൊണ്ടുവിട്ടെന്ന്? എവിടെ കൊണ്ടുവിട്ടെന്ന? എന്നും രാത്രി ഒരു 11-11:30 ആകുമ്പേ ബൈക്കിൽ ഞാനാ കൊണ്ടുവിടുന്നത്. സേവിച്ചായും പുറകെ ചെന്ന് മാവിലൂടെ കയറി വെന്റിലേഷൻ വഴി താഴേക്ക് ഇറങ്ങും. പിന്നെ ഒരു 1.5-2 മണിക്കൂർ എന്റെ പൊന്നളിയാ തിരിച്ചു കൊണ്ടുവരുന്നത് ഞാനാ. എല്ലാ ദിവസവും രാത്രി മാവേ കൂടെ എഴുതി വീട്ടിൽ പോണവേ. ഇത് മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് പരിപാടികളുണ്ട് അവൾക്ക്. അളിയാ, നീ എന്റെ കക്കൂസി കയറി നോക്കല്ലേ, അവിടെ തീട്ടം മാത്രമേ ഉള്ളൂ. ഒഞ്ഞി പോടാ. അല്ല പിന്നെ. എടാ, നീ ഇങ്ങോട്ട് വന്ന്. അളിയാ, ചങ്ക് പൊട്ടി ചാവല്ലേ? അളിയന് വേദനിച്ചെന്നാ തോന്നുന്നേ. എങ്ങനെയുണ്ട്? എടാ, നിനക്ക് 5 പൈസയുടെ വിവരമില്ലേ? എന്റെ പൊന്നിടാവേ, കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ അവളുടെ വീട്ടിൽ കയറുന്നല്ലേ. നീല എന്നെ കൊണ്ടുവിടുന്നത്? എന്റെ സ്വന്തം വീട് പോലെ ഞാൻ കയറുന്നതും പോകുന്നതും ഒക്കെ. ഒക്കെ ശരി തന്നെടാ. അവന്റെ പറച്ചിട്ടപ്പോൾ എനിക്ക് തോന്നി. അതിന് നീ ഇത്ര കളിക്കുന്നത് എന്തിനാ? എനിക്കൊന്ന് കയറി വന്നതാ. എടാ, നാട്ടിലുള്ളവന്മാർക്കൊക്കെ ഈമാരെ കാര്യത്തിൽ അപാര ബുദ്ധിയാ. ചെറിയ മണം അടിച്ചാൽ മതി, ഞാൻ പറഞ്ഞേക്കാം. അളയാ, അവളെ പറഞ്ഞ എനിക്ക് സഹിക്കൂല. കയറുന്നമാർക്ക് കൊണ്ട് ഒലിപ്പിച്ചുകൊണ്ട് കയറിയാൽ മതി. റിസ്ക് മുഴുവൻ എനിക്ക് കൊണ്ടുവിടുന്നമാർക്ക്. അത് സാറിന് അറിയാവോ? 2-3 മണിക്കൂർ അവിടെ കൊതുകടിയും കൊണ്ട് മൂഞ്ചിയിരിക്കുന്നു. ഇല്ല, ഞാൻ ഇല്ല, എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാനെങ്ങനെ പോവുകയാ? അയ്യടാ, അതിനടുത്ത ബന്ധുവിന്റെ മരപ്പിന് പോവല്ലേ? അത്രക്ക് അത്യാവശ്യമാണല്ലോ. നമുക്കെന്നാ കാർ എടുത്താലോ? അതാകുമ്പോൾ നീ മഴ നനയും വേണ്ട, കൊതുവും കടിക്കത്തില്ല. ഇതാണ് നീയൊക്കെ പൊട്ടന്മാരെന്ന് പറയുന്നത്. ഗൂഗിളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീയൊക്കെ പരിഹരിക്കും. പക്ഷെ ഒരു പശു കുത്താൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നിനക്കൊന്നും അറിയത്തില്ല. നമ്മൾ ആ ബൈക്ക് തന്നെ വെക്കുന്നത് പാടുവിട്ട. അപ്പോഴാണ് ഷൈനി, നിന്റെ കിഴപ്പ് എനിക്ക് മനസ്സിലാവും, പക്ഷെ എൻ്റെ ഈ കിഴപ്പ എനിക്ക് മനസ്സിലാവാത്തത്. മര്യാദക്ക് വീട്ടിൽ കിടന്നുറങ്ങണ്ട ഞാനാ. നീ തൽക്കാലം എന്നാ കാട്ട് കിടന്നു.
ഓ ഒന്നുമില്ല അളിയ പോവും. അളിയ ഇവിടെ വിട്ടോ മതി മതി. ഓക്കെ അളിയാ രാജധാനിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പാസഞ്ചർ ആവല്ലേ? മൂട് കളയല്ലേ, പോയാടുന്നു. ഓ കിളന്നുറങ്ങിയോ? പോസ്റ്റ് ലൈറ്റ് ഉണ്ടായിരുന്നോളോ? ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് പോയിട്ട് ഞാൻ മെമ്പർ വിളിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ കൊച്ചിന് നല്ല ബുദ്ധിയല്ലേ. 4-5 ദിവസമായി. ഇപ്പൊ എന്നെ കണ്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ? എനിക്ക് കാണാൻ പിന്നെ വേറെ ആരാണ്? ദൈവത്തിനറിയാം. എന്ത് പറ്റി എൻ്റെ കൊച്ചിന്? ഒന്നുമില്ല ഒന്നുമില്ല. ഒന്ന് വേഗ പഴയ ഷൈനിയായ. ഏത് പഴയ ഷൈനി? ഇതേ കട്ടില്ല പഴയ ഷൈനി. അയ്യടാ എൻ്റെ പൊന്നു ഷൈനി, എനിക്ക് പേടിയ. നീ സമാധാനത്തോടെ കേക്ക്. 3-4 കൊല്ലായി പരുവത്തിൽ കിടക്കുന്ന അമ്മച്ചി ഒരു ദിവസം രാവിലെ മരിച്ചെന്ന് കേട്ടാ ആർക്കാടെ സംശയം തോന്നേ? ആരെ പരാതി പറയാൻ വരുന്നേ? ആരെങ്കിലും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകും എന്നൊക്കെ തോന്നുന്നുണ്ടോ? അവരോട് ഈ ലോകത്ത് കുറച്ചെങ്കിലും സ്നേഹമുള്ളത് ആ അപ്പച്ചന് മാത്രം. അങ്ങേര് പോലും ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ വിളിച്ചോടെ കർത്താവേന്നാ. എന്നാലും എനിക്കങ്ങോട്ട് എൻ്റെ ദേഹത്ത് എൻ്റെ മണമാണോ അതോ ഡെറ്റോളുടെ സ്മെല്ലോ?